ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് 2 ദിവസത്തെ പരിപാടികളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കിലാഞ്ചിയും ഫാലോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്, മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ വാഴ ഇടയ്ക്ക് ഒടിഞ്ഞ് വീണിട്ടൊക്കെ കാണാറില്ലേ. അപ്പോൾ ആ പഴം അങ്ങനെ കൊല അധികം മൂത്തിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ അത് വീണിട്ടുണ്ടെങ്കിൽ ഒരു 4-5 ദിവസമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പഴുക്കുമ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചാണ്ട് പഴുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള പ്രാവശ്യം പഴമൊക്കെ പഴുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ മുത്തു പറയട്ടെ ഇതുണ്ടാക്കാമെന്ന്. മുത്തു സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ മുത്തുവിന് പിന്നെ മധുരമുള്ള ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ ദോശ എന്ന് പറയുന്നത് വളരെ നൈസാട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഞാൻ അന്ന് തന്നെ അരി വെള്ളത്തിയിട്ടേക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അരച്ചിട്ട് ഉണ്ടാക്കട്ടെ. നല്ല ടേസ്റ്റാണ്. അപ്പം മോനക്ക് ചിലപ്പോൾ ശർക്കര ഇടുന്ന കാരണം വലിയ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ അവന് സെപ്പറേറ്റ് തേങ്ങാപ്പാൽ സെപ്പറേറ്റ് എടുത്ത് വെക്കും. പിന്നെ ഞങ്ങൾ എനിക്ക് മുത്തിന് കഴിക്കാനായിട്ട് കുറച്ച് ഇതിൽ പഴം ഒക്കെ ഇട്ട് ശർക്കരയിലിട്ട് ആക്കി വെക്കും കേട്ടോ. അപ്പോൾ അത് കണ്ട സന്തോഷത്തിൽ ഓരോന്ന് ചെയ്ത് കൂട്ടാട്ടോ മുത്തു. അങ്ങനെയാണ്, നല്ല ടേസ്റ്റാട്ടോ, നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ അതിലൊക്കെ കഴിച്ചവർ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ മോനും അതുപോലെ തന്നെ മുത്തും ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോള് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെന്താ പറയുക ഇവരുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും മോൻക്കാട്ടെ കൂടുതൽ ഫോട്ടോസ് എടുക്കണം. ഇങ്ങനെയുള്ള മൊമെൻറ്റ്സൊക്കെ നമുക്ക് ലൈഫിൽ എപ്പോഴും കിട്ടുന്നതല്ലല്ലോ. അപ്പോൾ അവരുടെ പ്രഗ്നൻസി ടൈമിലൊന്നും ഇങ്ങനെ ഫോട്ടോസൊന്നും എടുത്തില്ല ഞങ്ങൾക്ക് കാണാനായിട്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അവൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ എടുത്തത്, ഇതിനെ പ്ലാൻ ചെയ്തത്. കാരണം എല്ലാം അതിൻ്റെ ആയിട്ടുള്ള നമ്മൾ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് മേടിക്കലും ഒക്കെ അവൻ്റെ എക്സ്പെൻസ് തന്നെയായിരുന്നു. അപ്പോൾ വെറുതെ മക്കൾ സന്തോഷം അല്ലേന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങളും അങ്ങനെ റെഡി ആയിട്ടോ പോകാനായിട്ട്. ഞങ്ങളിത് പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത കാരണം എന്താ പറയുക ഒരു സാറ്റർഡേ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വേണ്ട അവന് ഓൾറെഡി ഇത് സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് ചെയ്യണം എന്നുള്ളതൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, എനിക്കാണെങ്കിൽ പിന്നെ തീരെ വയ്യ. ഞാൻ നടക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ തന്നെ ആകെ ചേഞ്ചായിപ്പോയി. എനിക്ക് തന്നെ എന്തോ പോലെ ആയിക്കണം. അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ടൈം ആകുന്നോറും ചിലപ്പോൾ എന്നെക്കൊണ്ട് ഫോട്ടോസ് എടുക്കാൻ യാത്ര ചെയ്യാനൊന്നും പറ്റില്ലെങ്കിലും ഒന്ന് കരുതിയിട്ടാട്ടോ അപ്പോൾ തന്നെ അങ്ങോട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തത്. ഞങ്ങളിത് മോംസിന്റെ പോവാണ്. ഒരാൾ താരൊക്കെ ഓടിച്ച് ചുളിത് പാരൊക്കെ ഡാറ്റുമിയാണ് ഇവിടെ സെറ്റായികള്. നമ്മള് പാവം, നമുക്ക് ഒന്നുമില്ല. ഞാൻ കണ്ട ഞാൻ ഒരു പഴയ അപായം ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കേക്ക് ശനിയാഴ്ച വൈകിട്ട് ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഈ ഹോം ബേക്കേഴ്സൊക്കെ ഉണ്ടല്ലോ, പെരുമ്പിലാവൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഗൂഗിളിൽ നമ്പറൊക്കെ തപ്പി പിടിച്ച് വിളിച്ചു നോക്കി. പിന്നെ കുറേ ബേക്കറിക്കൊക്കെ വിളിച്ചു നോക്കി. അപ്പോൾ എവിടെ നോക്കുമ്പോഴും എന്താ വെച്ചാൽ പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നില്ല. എന്താ പറയുക അവർക്ക് ഐറ്റംസ് ഒന്നും മേടിക്കാനായിട്ട് ഇല്ല. നമ്മൾ സാറ്റർഡേ മോർണിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ കുറച്ച് എന്നാലും അവർ അറേഞ്ച് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കിട്ടാത്ത കാരണം ഞങ്ങൾ കേക്കിൻ്റെ ആകെ കൺഫ്യൂഷനായിട്ടിരുന്ന്. അപ്പോൾ പിന്നെ സാറ്റർഡേ വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴാണ് കേക്കിൻ്റെ എവിടെയും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വേണ്ട തിങ്കളാഴ്ച ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞ് മക്കളെ സന്തോഷമല്ലേ, മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫാണ്, നമ്മളെ സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറയും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഇതുണ്ടല്ലോ, കുറേ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ. ഇപ്പോൾ ആരാന്നല്ല ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന് നെഗറ്റീവായിട്ട് പറയുന്നതും കുറേ കുറ്റങ്ങൾ കണ്ടെത്തുന്നതൊക്കെ. എന്നിട്ട് അവരെ ലൈഫിൽ അവരുടേതായ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട്. നമ്മളതുപോലെ പറയാൻ പോകുന്നില്ല.
അപ്പോൾ അവർ പറയണ അവരെ കാര്യം പറയും ചെയ്യും എന്നൊക്കെ വെച്ച് നമ്മളെ മക്കളുടെ സന്തോഷം നമ്മളെ ജീവിതത്തിൽ സന്തോഷത്തിനെ കളയാൻ നിൽക്കണം. ഇതുവരെ നീ അങ്ങനെയൊക്കെ പേടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആരെയും പേടിച്ച് നമ്മളെ ലൈഫിൽ സന്തോഷമൊന്നും കളയണ്ട. നമ്മൾ ഒരു ഉപ്പ ഉമ്മ മക്കൾ എന്നുള്ള ജീവിതത്തിലെ ആ സന്തോഷങ്ങളൊക്കെ അത് നമുക്ക് തന്നെയാണ് കണ്ടെത്താനും അത് നടത്താനും പറ്റുള്ളൂ. അതിൽ മറ്റുള്ളവർ പേടിച്ച് നമ്മൾ ഒഴിവാക്കിയത് നമുക്ക് നഷ്ടം എന്നല്ലാണ്ട് വേറെ ആർക്കും നഷ്ടപ്പെടാനില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളൊന്നുമില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടാനും പോകണ്ട. നമ്മളെ കാര്യത്തിൽ ആരെ ഇടപെടുത്തിയിട്ട് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സന്തോഷം നമ്മൾ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണിട്ട് ഞങ്ങൾ ഇതൊക്കെ അപ്പം തന്നെ അന്ന് ചെയ്യാമെന്ന് പറഞ്ഞത്. പിന്നെ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തലും ഉണ്ടാവില്ല. അത്രയും അതിന് നല്ല ദേഷ്യം വരും അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എന്നിട്ടാണ് പെട്ടെന്ന് മുത്തുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കസിന് എടപ്പാൾ വീട്ടിലുണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിളിച്ചു നോക്കിയപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടോ. ഞങ്ങൾ മോഡൽ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മിഠായി വാങ്ങണം, അതേ നമ്മളെ കേക്കിൻ്റെ അതേ കളേഴ്സുള്ള മിഠായി തന്നെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ കയറിയിട്ട് കുറച്ച് മിഠായി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നു ബീച്ചിലേക്ക് വന്നു കേട്ടോ. ഇതിവിടെ വരാൻ കാരണം വെച്ചാൽ കുറേ മുന്നേ ഞങ്ങൾ പെരുന്നാളിനൊന്ന് മന്ദലാകുന്ന ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ രാത്രി ആയകാലം നല്ല രസമുണ്ടായിരുന്നു പക്ഷേ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടാണ് നമുക്കൊരു പകൽ ഇവിടെ വരണം കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള കാരണം ഞങ്ങളങ്ങനെ പോവാറില്ല. പിന്നെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന കാരണം യാത്രകളൊന്നും അങ്ങനെ പോവാറില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് കിട്ടുമ്പോഴല്ലേ പോകാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു കുന്നത്ത് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത സ്ഥലമുണ്ട്. പക്ഷെ നല്ല മഴയൊക്കെ കാരണം വഴുക്കലൊക്കെ ഉള്ള കാരണം ഒരു പേടി. അപ്പോൾ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ബീച്ച് തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ അങ്ങനെ അവിടെ പോയി പിന്നെ അവിടെ നിന്ന് നല്ല മഴയൊക്കെ ഇല്ലേ, നല്ല ഷവർമ്മയുടെ സ്മെല്ലൊക്കെ കേട്ടപ്പോൾ കിട്ടിയപ്പോൾ അത് കഴിക്കാനായിട്ടൊരു കൊതി കിട്ടുക. അപ്പോൾ മുത്തുവിന് ഇഷ്ടമല്ല ഇപ്പോൾ ഈ സമയത്തൊന്നും ഫാസ്റ്റ് ഫുഡ് അങ്ങനെ പുറത്തുനിന്ന് കഴിക്കണത് ഇഷ്ടമല്ല. അത് ഉണ്ണിക്ക് കേടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു തരില്ല. അപ്പോൾ ഞാൻ നല്ല മണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വാങ്ങിച്ചു തരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ അതെടുത്തിട്ട് അങ്ങനെ പോന്നു കേട്ടോ. പിന്നെ മഴയുണ്ടായിരുന്നു, അപ്പോൾ നല്ല കാറ്റൊക്കെ ഉള്ള കാരണം കൂടുതൽ എടുക്കാമെന്നല്ല. പക്ഷെ നല്ല രസമായിരുന്നു കാരണം കാറ്റത്ത് നല്ല മഴയത്തൊക്കെ ബീച്ചൊക്കെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊന്നും അവിടെ നിന്ന് മുറിച്ചില്ല, കുറച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ബാക്കി അങ്ങ് വീട്ടിൽ വന്നിട്ടാട്ടോ മുറിച്ചത്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു തലേദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ മോള് വന്നതല്ല, അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവളെപ്പോഴും ഹോസ്റ്റലിൽ നിന്ന് വരാറില്ല. അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് എല്ലാം കൂടി തട്ടിക്കൂട്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കി കേട്ടോ. കാരണം എനിക്ക് ആദ്യത്തെ പോലെ എപ്പോഴും അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവളൊക്കെ വരുന്ന സമയത്ത് ആണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് ആയിട്ട് ഞങ്ങൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്തെങ്കിലുമൊക്കെ വീട്ടിലെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മുത്തു തന്നെ വേണം കേട്ടോ. ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള എന്തെങ്കിലും വർക്കൊക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ എനിക്കതങ്ങനെ ചെയ്യാനുള്ളതൊന്നും പറ്റുന്നില്ല. മറ്റേ ഇപ്പോൾ ഇതുകൊണ്ട് ഈ നെറ്റിൻ്റെ കുറച്ച് പണി ഉണ്ടായിരുന്നു. അതൊന്ന് എനിക്കതിനെ ഇന്ന് എടുത്ത് കട്ട് ചെയ്യാനോ പിടിക്കാനൊന്നും പറ്റാത്ത സമയമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റ് ഉണ്ട് ഞങ്ങളെ വർക്ക് ചെയ്തിട്ട് സ്പേസിൽ കുറച്ച് സ്പേസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുകളിൽ ഫുള്ളായിട്ട് പടുക്കാതെ അവിടെ ഗ്രില്ല് വെക്കണം എന്നുള്ളൊരു പ്ലാനിൽ വെച്ചിട്ടുള്ളതാണ്. സംഭവം കുറേ അങ്ങനെ കിടക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒരു പൂച്ചയുടെ ശല്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ മഴക്കാലം ഉണ്ടായതിന് ശേഷം പൂച്ചയുടെ ശല്യം ഭയങ്കര കേട്ടോ. പുറത്തുനിന്ന് ഏതൊക്കെയോ പൂച്ചകൾ വന്നിട്ടുണ്ട്, കുറേ വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ എല്ലാ മഴക്കാലത്തും കുറേ പൂച്ചകളൊക്കെ വരാറുണ്ടോ. പക്ഷെ നമുക്കങ്ങനെ ശല്യമായിട്ടൊന്നും അകത്തേക്ക് അങ്ങനെ ശല്യമായിട്ടൊന്നും പൂച്ചകൾ വരാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ സ്ലാബുമ്മൊക്കെ കയറിയിട്ട് നമ്മൾ ഗ്യാസുമ്മ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അവിടെ കയറിയിട്ട് അത് തട്ടിമറിച്ചിടുക. ആളങ്ങോട്ട് ഒരു അപ്പുറത്തേക്ക് പോകാനുള്ളൊരു വഴിയാക്കി എടുത്തിരിക്കുകയാണ്. പക്ഷെ അത് ഗ്യാസിൻ്റെ അവിടെ ഇത്തിരി സ്ഥലം നമുക്ക് അത്രയേ ഉള്ളൂ. കാരണം ഞാൻ ഓൾറെഡി കിച്ചണിൽ ഗ്യാസ് വെക്കാണ്ട് അങ്ങോട്ടാണ് വെക്കുന്നത്. കാരണം കിച്ചണിൽ മീൻ പൊരിക്കണ സ്മെല്ലൊക്കെ അകത്തായിട്ട് എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ അതിനൊരു ചെറിയ സ്പേസ് അവിടെ ഉള്ളൂ. അതിനുള്ളിൽ കൂടി പൂച്ചയും കൂടി കയറി പോയാലും ഭയങ്കര ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും നെറ്റ് എടുത്തിട്ട് ഇതാക്കി തരുന്നത്. ഈ നെറ്റ് ഞാൻ എൻ്റെ കുറേ മുന്നത്തെ വീഡിയോ കാണാൻ മേലെ ഞാൻ കുറച്ച് കൃഷിയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ല ചൂടായ കാരണം ആ ചൂടിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷീറ്റ് ഒന്നായിട്ട് മേടിച്ചതായിരുന്നു. വലിയ റോള് മേടിച്ചതായിരുന്നു. അന്ന് 2000 രൂപ അയക്കണം കേട്ടോ.
പിന്നെ മുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇട്ടതിൻ്റെ ബാലൻസ് അവിടെ കബോർഡിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി വെറുതെ ഇരിക്കില്ലെന്നാൽ അത് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അതിപ്പോൾ ഇങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ മുത്തത് എടുത്ത് അളവ് പാകാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നമുക്ക് കെട്ടിവെക്കാം. ഇതുപോലെ എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാമല്ലോ, അന്ന് സൂക്ഷിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ ഇത്രയും നമുക്കത് ഉപകാരപ്പെട്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് ആളെടുത്ത് വെക്കുമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ മോം ടുബിയിൽ ഫോട്ടോസ് എടുക്കാൻ പോയതിൽ കുറേയൊന്നും പിന്നെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ചൊന്നും എടുത്തിട്ട് നമുക്ക് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഫോട്ടോസൊന്നും ഇൻക്ലൂഡ് ആക്കിയില്ല കേട്ടോ. വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല എനിക്ക്. നല്ല മഴ അങ്ങനെ കാറ്റും വീശിയോണ്ട് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഒരുമാതിരി ക്ലിയർ ഇല്ലാതെ കിട്ടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീരെ വീഡിയോ എടുക്കാൻ പറ്റായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ രണ്ടും കൂടി ഒരു വീഡിയോ ആക്കിയിട്ട് എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം തന്നെ ആ ഒരു വീഡിയോ തന്നെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ ഇത് മേടിക്കാനുണ്ടായിരുന്നു. ഗ്യാസിൻ്റെ സ്റ്റൗ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് തലേദിവസം ഡോക്ടറെ അടുത്ത് പോയിട്ട് അങ്ങനെ നേരെ ചാവക്കാട് പോയിട്ടാണ്. ചാവക്കാട് പൊന്നേറ്റിന്ന് ഞങ്ങൾ മുന്നേ ഗ്യാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഈ ഗ്ലാസ് ടൈപ്പ് ഗ്യാസ് അങ്ങനെ സ്റ്റൗ അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. കാരണം എനിക്ക് യൂസ് ചെയ്തിട്ട് ഒത്തിരി കൂടി ലാസ്റ്റിങ്, അതായത് ഗ്യാസ് ലാസ്റ്റ് നിൽക്കുന്ന ഒരു സ്റ്റൗ എന്ന് പറയുന്നത് നമ്മൾ സാധാ ഒരു സ്റ്റൗവിൽ പണ്ട് നമ്മൾ ഗ്യാസൊക്കെ കണക്ഷനൊക്കെ എടുക്കുമ്പോൾ ഒരു ഓർഡിനറി ഇത് കിട്ടില്ല, അടുപ്പ് കിട്ടില്ല നമുക്ക്. അതാണ് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. എന്തോന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ചെറിയ ഹോൾസ് ആയതുകൊണ്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതുതന്നെ കേട്ടോ യൂസ് ചെയ്തായിരുന്നത്. അത് ഫസ്റ്റ് എടുത്തതും കുറേ വർഷം ഞാൻ യൂസ് ചെയ്ത്. എന്നിട്ടത് കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാനിപ്പോൾ നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ഇതുപോലെ എൻ്റെ ഗ്യാസിൻ്റെ സ്റ്റൗ കേടന്നപ്പോൾ ഞാൻ പുതിയൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ പൊന്നത്ത് തന്നെ മേടിച്ചത്. പിന്നെ അത് ഇപ്പോൾ അതിൻ്റെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പാളലും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് നിന്നൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഷോപ്പ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് തന്നെ പോകാനല്ലേ തോന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ ഓൾറെഡി പോകുമ്പോൾ ഇവിടെയൊക്കെ എടപ്പാളൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ നമുക്ക് അവിടെ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവിടെ. അപ്പോൾ അവിടെയാണെങ്കിൽ ഇപ്പോൾ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ സ്റ്റൗ കേട്ടോ, വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക, ഒന്നുകൂടി അവർ പറഞ്ഞൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ സ്റ്റൗവിൻ്റെ അടുപ്പിൻ്റെ ഇതുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി ബ്ലാക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇത് മൊത്തം സ്റ്റീലായ കാരണം ബ്ലാക്കിൻ്റെ പോലെ തന്നെ തുരുമ്പ് പിടിച്ചിട്ട് പൊട്ടിപ്പോവില്ലേ, കുറേ കഴിഞ്ഞ് അതിൻ്റെ കാലൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോവില്ലേ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മേടിച്ചതാണ് കേട്ടോ. എന്നാലും 2300 രൂപ അങ്ങനെ എന്താ ഉണ്ടായിട്ടോ അതിൻ്റെ എമൗണ്ട്. നല്ല വെയിറ്റൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് പിന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്നേ ഇവിടെ ഉള്ളത് ഇവിടെ ഞങ്ങൾ കംപ്ലൈൻ്റ് ആയപ്പോൾ കണ്ട ഇത് ഉമ്മയുടെ സ്റ്റൗവാണ്. പക്ഷെ ഇതിന് എന്താ പറയുക, ഒരെണ്ണം കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു അടുപ്പ് വർക്കാവൂല. അപ്പോൾ ഒന്നുമ്മ വെച്ചിട്ട് ഈ രാവിലെ മുത്തും മോനും ഒക്കെ വർക്കിന് പോണതല്ല. രാവിലെ ഒറ്റ അടുപ്പ് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില സമയത്തൊക്കെ ഞാൻ ലേറ്റാവും എണീക്കാനൊക്കെ ആയിട്ട്. രാത്രി ലേറ്റായിട്ട് ഉറങ്ങാൻ ഒരു ജാതി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് എനിക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ ലേറ്റായിട്ട് എണീക്കുമ്പോൾ ഒന്നും ഈ ഒരു അടുപ്പ് വെച്ച് ഒന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയമൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മേടിക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് മേടിച്ചിട്ടിപ്പോൾ നല്ല ഇതാട്ടോ. കുറച്ച് മുന്നത്തെ വീഡിയോ ആണിത്. ഇപ്പോൾ അതിന് ശേഷം ഈ സ്റ്റൗവൊക്കെ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. മോം ടുബിൽ ഫോട്ടോ എടുക്കുന്ന ആ ടൈം അതിൻ്റെ കുറച്ച് മുന്നേ, ഒരു 4 ദിവസം മുന്നേ 2 ദിവസം മുന്നേ അങ്ങനെ എന്തോ ഒരു സമയത്തിലാവുന്നുണ്ട് ഞാൻ അത് വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും നല്ല തന്നെ കേട്ടോ ഗ്യാസ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓൾറെഡി ഗ്യാസ് വെച്ചിട്ട് എന്തൊക്കെയാണ് ശേഷമുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നേ മേടിച്ചതാണ്. ഇതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ആക്കിയിട്ടില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇത് നമ്മളെ ഈ ഷീറ്റില്ലേ, ഇപ്പോൾ ഇതിനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് നെറ്റ് കട്ട് ചെയ്ത് കേട്ടോ ഈ ഒരു സൈഡിൽ വെക്കാനായിട്ട്. ഇതാണ് ഈ സൈഡിൽ കൂടെ നമ്മൾ ഗ്യാസിൻ്റെ സ്ലാബുമ്മ പൂച്ച കയറിയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് അപ്പുറത്ത് മഴ വിടുന്നുണ്ട് അപ്പുറത്ത്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോകാനുള്ള എളുപ്പത്തിനാണ് ആൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ.
അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഗ്രില്ല് വെക്കുന്നവരെ നമുക്ക് ഇന്ന് ഇവിടെ നിന്നൊരു മറച്ചു കൊടുക്കാം. ഈ സൈഡിലേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് അത്രയും ലെങ്ത്തിൽ അങ്ങനെ കട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഇനി അങ്ങനെ വരണ്ടാന്ന് കരുതിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.